ഗൈസ് വെൽക്കം ബാക്ക് ടു നിവേദിത് മാധവ്. സോ പുതിയൊരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ് അതിരടിന്റെ. സോ പറയുകയാണെങ്കിൽ ഇത് ഞാന് ഇന്നിപ്പോ 2-ാം തീയതി ആയിട്ടുണ്ട്. ഇന്നാണ് ഞാൻ റിവ്യൂ ഷൂട്ട് ചെയ്യണേ. ഞാൻ 26-നാണ് പോയി. 26-ന് ഞാൻ സിനിമ പോയി കണ്ടു. അന്ന് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞ അന്നാണ് +2 റിസൾട്ട് വന്നത്. ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. വീഡിയോ ആ സമയത്ത് പിന്നെ അങ്ങനെ എടുക്കാനും പറ്റിയില്ലല്ലോ. സംഭവം +2 റിസൾട്ട് വന്നു, പാസ്സായി, സെറ്റാണ്. പിന്നെ അതിനു മുന്നേ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഗെയിം ഡിസൈൻ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതിന്റെ കാര്യം ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ അടച്ച് ഇതാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതിന്റെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇപ്പൊ IMDb റേറ്റിംഗ് 7.8/10 ഉണ്ട്. എനിക്ക് സൗണ്ട് വലിയ കേൾക്കുന്നുണ്ടാവും. ഇവിടെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യുന്നുണ്ട്. ഞാൻ റെഡിയാക്കാം നോക്കാം, മാക്സിമം റെഡിയാക്കാൻ നോക്കാം. ഔട്ട് ഓഫ് 1200 റിവ്യൂസിലാണ് 7.8. ഡയറക്ടർ ഞാൻ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് കേട്ടോ പോയത്. ആദ്യം അതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതിരടി ഞാൻ കാണുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഇതൊക്കെ അതിനോണ്ട് പിന്നെ അതിരടിക്കാൻ പോയി, അത്രേ ഉള്ളൂ. ഡയറക്ടർ അനിരുദ്ധൻ, റൈറ്റേഴ്സ് അനിരുദ്ധൻ, പിന്നെ പോൾസൺ, പിന്നെ സ്റ്റാർസ് ടോവിനോ തോമസ്, ബേസിൽ ജോസഫ്, റിയ ഷിബു, അവരൊക്കെ. പിന്നെ വേറെയും കുറെ ആക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, വേറെ കുറെ പേരൊക്കെ ഉണ്ട്. ഓക്കെ, എന്റെ ഈ റിവ്യൂ പറയുകയാണെങ്കിൽ അത്യാവശ്യം കോളേജ് ലൈഫ് അങ്ങനെ ചെയ്തിട്ടാണ് സ്റ്റാർട്ടിങ് സംഭവങ്ങൾ തുടങ്ങുന്നത്. പറയുകയാണെങ്കിൽ ബേസിലിന്റെ അത്യാവശ്യം കോമഡി, പിന്നെ ആക്ഷൻ, ഡ്രാമ, ഇവര് ടൊവിനോ തോമസും ഫൈറ്റ് സീനൊക്കെ അത്യാവശ്യം സെറ്റാണ്. എനിക്ക് അത്യാവശ്യം ആവറേജ് കുഴപ്പമില്ലാത്തൊരു പടം, സെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം. ഓവർ അത്രയ്ക്ക് അടിപൊളിയൊന്നും പറയാനില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടം. ചില സീൻസ് ഒക്കെ അത്യാവശ്യം കോമഡി, പിന്നെ അത്യാവശ്യം നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. ബാക്കിയൊക്കെ ജസ്റ്റ് നോർമൽ ആവറേജ് ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബേസിലിന്റെ വെച്ച് നോക്കുകയാണെങ്കിൽ കോളേജ് ഇത് സംഭവം കഥ പറയുകയാണെങ്കിൽ ഇതിനു വേണ്ടി കോളേജിലൊരു ഫസ്റ്റ് കാണിക്കുന്ന അതെനിക്ക് പറയണമെന്നുണ്ട്. ഫസ്റ്റ് ഹാഫില് ഒരു ഡിസാസ്റ്റർ മുന്നേ ശരിക്കും നടന്നതിൽ ഉണ്ട് കേട്ടോ. അത് കോളേജ് പരിപാടി നടന്ന ഇഷ്യൂ, അങ്ങനെ സ്റ്റുഡൻസ് മരിച്ചിട്ടുള്ള ആ ഇഷ്യൂ കാരണം പിന്നെ കോളേജിൽ ആ പരിപാടി നടത്തില്ല. ഫ്രഷേഴ്സ് പരിപാടിയായിട്ട് അങ്ങനെ എന്തോ ആണിത്. ആ പരിപാടി നടത്തുന്നില്ല വെച്ചാ അന്ന് അങ്ങനെ മരിച്ചിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അതിലെന്റെ ചേട്ടനാണ് നടത്തിയ അങ്ങനെ ഒരു ഇതായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇവന്റെ ചേട്ടന്റെ അവിടെ പോകുന്നുണ്ട്. അപ്പോഴൊക്കെ സംഭവം പറയുകയാണെങ്കിൽ ആ ബേസിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്കും എനിക്കൊരു ഇത് അടിച്ചായിരുന്നു. അതെനിക്ക് കുറച്ച് നാൾ മുന്നേ ലൈഫിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായതിന്റെ ഇതിലാണ്. അപ്പൊ എനിക്ക് നമ്മള് ബ്രദേഴ്സ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ അപ്പൊ എനിക്ക് ഇതടിച്ചായിരുന്നു സംഭവം. അതിലൂടെ ഇഷ്യൂസ് അങ്ങനെയൊക്കെ നടന്നു മനസ്സിലാവും. പിന്നെ ബാക്കിയൊക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഒക്കെ ഈ പരിപാടി നടത്താൻ വേണ്ടിയിട്ട് കുറെ ഇതിനു വേണ്ടി പുറകെ നടന്ന് അങ്ങനെ കുറെ സംഭവങ്ങൾ, അങ്ങനെ എഞ്ചിനീയറിംഗ് പോയി ചേർന്ന്
സിവില് സിവില് കയറാൻ വരുമ്പോ സിമെന്റ് പറയുന്നില്ല, അത് കോഡ് സിമെന്റ് എടുത്ത് ഫസ്റ്റ് അഡ്മിഷൻ ചെയ്യാൻ പോകുമ്പോഴൊക്കെ അത് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഒരു ആവറേജ് ആയിട്ടുള്ള പടം. ഇതില് ആവറേജ് അത്യാവശ്യം കുഴപ്പമില്ല, അടിപൊളിയാണ് ഉള്ള ഇതില്. ഓക്കെ, പിന്നെ അനന്തു പ്രൊഡക്ഷൻസ് ഒക്കെ ആണല്ലോ പിന്നെ ബേസിലും അത് സെറ്റാണ്. എനിക്കിന്ന് ഫസ്റ്റ് ഫിലിമാണോ, ഫസ്റ്റ് ഫിലിമാണെന്ന് തോന്നുന്നു അനന്തു പ്രൊഡക്ഷൻസ്. അല്ലല്ലേ, അറിയില്ല. ഇപ്പൊ തുടങ്ങിയിട്ട് ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആരെയും പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിവ്യൂകളൊക്കെ പറയാം. ഫസ്റ്റ് വാച്ചിങ് തിയേറ്റർ എന്നൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷെ നല്ലൊരു പടമാണ്, എല്ലാ എലമെന്റ്സിലേക്കും പോയിട്ടുണ്ട്. അപ്പോ കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഡ്രാമ, എന്താ പറയാ, ഫസ്റ്റിലേക്കൊക്കെയാണ് ലൈഫുമായിട്ട് എനിക്ക് കുറച്ച് കണക്ട് ആയത്. പിന്നെ ബാക്കിയൊക്കെ കോമഡി. ഇപ്പൊ ഞാൻ ഇനിയിപ്പോ കോളേജിൽ പോയി എന്താവും എനിക്കറിയില്ല. സെറ്റാക്കണം, പൊളിക്കണം, ഞാണല്ലോ പോണത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ പറയാം. അപ്പോ ഇനി വേറെയും എനിക്ക് പെൻഡിങ് നടക്കുന്നുണ്ട്. എനിക്ക് ചെറുതായിട്ട് മടിയാണ് ഇതാൻ ഈ ബ്രേക്കിംഗ് ബാഡ് കിട്ടണോന്ന് എനിക്കറിയാം. എല്ലാം ഇടണോ, എല്ലാം റിവ്യൂ ഇടണോന്ന് ആണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ പുതിയ മൂവീസിന്റെ ഒക്കെ ഇടാം. പിന്നെ ഇന്നലെ ഞാൻ ഒരു മൂവി കണ്ടു കേട്ടോ, അതിന്റെ ഇടണം, അത് ഞാൻ ഇടാം. ജിത്തു ജോസഫാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ അതൊക്കെ ഞാൻ ആ റിവ്യൂല് പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മൂവി റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോസ് വരുന്നതാണ്, സപ്പോർട്ട് ചെയ്യുക. വ്ളോഗ്സ് വരുന്നതാണ്. ഇനി ഈ മാസം തന്നെ ലാസ്റ്റിലേക്കൊക്കെ നോക്കാം, വ്ളോഗ്സ് ഒക്കെ വരുന്നുണ്ടാവും മിക്കവാറും. കോളേജിലൊക്കെ ജോയിൻ ചെയ്യാൻ പോവാണ്, +2 കഴിഞ്ഞു അതിൻ്റെയൊക്കെ. ഓക്കെ, ഇപ്പോൾ സെറ്റാണ്. പിന്നെ എനിക്ക് വേറെയും ഇതായിട്ട് ഒരു ടോപ്പിക് ഒക്കെ വെച്ച് സംസാരിക്കണം എന്നുണ്ട്. എങ്ങനെ വെച്ചാൽ ലൈഫിൽ ആയിട്ടുള്ള റിയൽ ഇതായിട്ട്. പിന്നെ കുറച്ച് എന്റെ ചാനലാണല്ലോ, അപ്പൊ എനിക്ക് എന്ത് വേണമെങ്കിലും പറയാം. അപ്പോ കണ്ടവര് കണ്ടാ മതി. ഇപ്പൊ എന്ത് സെൻസിലെടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള ഞാൻ പറയുന്നേ, ഇത്രേ ഉള്ളൂ. അപ്പൊ ആരിപ്പോ എന്റെ അടുത്ത് വന്ന് ഇത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എങ്ങനെയാണോ അതാണ് ഞാൻ, ഇത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഈ മൂവി റിവ്യൂസ് ബേസ് ചെയ്തിട്ടില്ല, മൂവി റിവ്യൂസും വ്ളോഗ്സും മാത്രമാണല്ലോ ഞാൻ ഇപ്പൊ ഇടുന്നത്. അല്ലാതെ ടോപ്പിക് ബേസ് ചെയ്തിട്ട്, ടോപ്പിക് ബേസ് വെച്ചാൽ റിയൽ ലൈഫ് ആയിട്ട് ഇതാവുന്ന ചിലപ്പോ മേ ബി അത് കോൺട്രവേഴ്സി ചിലപ്പോ അങ്ങനെ ഭയങ്കര റീച്ചൊക്കെ പോയാലേ അങ്ങനെ വലിയ ഇതുള്ളൂ. അല്ലാതെ വലിയ കോൺട്രവേഴ്സി ഒന്നാവും. കോൺട്രവേഴ്സി ഇതൊന്നുമില്ല, ഓരോരുത്തരുടെ ഒപ്പീനിയൻ ആണ്, ഓരോരുത്തരുടെ ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ഇതാണ്. പിന്നെ വേറെയും കാര്യങ്ങള് എന്റെ സ്കൂൾ ലൈഫിനെ പറ്റിയിട്ടും അങ്ങനെയൊക്കെ, അങ്ങനത്തെ ഒക്കെ സ്റ്റോറി. എല്ലാ സ്റ്റോറിയും നമുക്ക് വിളിച്ച് ഇതില് ഇങ്ങിട്ട് ഇതാക്കാൻ പറ്റില്ല. പക്ഷെ സ്കൂൾ ലൈഫില് ഉള്ള എല്ലാം ഒന്നല്ല, എന്നാലും പക്ഷെ സ്കൂൾ ബേസ് ചെയ്തിട്ട്, ശരിക്കും സ്കൂൾ എഡ്യൂക്കേഷൻ സംഭവം ബേസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ രീതിയിൽ ഞാൻ ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, നോക്കാം. ഇനിയിപ്പോ ബാംഗ്ലൂർ ചെയ്യാം, ഇനിയിപ്പോ പഠിക്കാനൊക്കെ ഉണ്ടാവും. സോ കമന്റ് ചെയ്യാം. ഇനിയും വേറെ റിവ്യൂസ് വരുന്നതാണ്. ബൈ.